പ്രാർത്ഥനയോടുകൂടി നമുക്ക് ഇന്നത്തെ ധ്യാനം ആരംഭിക്കാം. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഞങ്ങളിലേക്ക് ഇറങ്ങി വരണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അടിയൻ്റെ വായ് തുറക്കണം, അധരങ്ങളിൽ കൂടെ സംസാരിക്കുവാൻ തക്കവണ്ണം പരിശുദ്ധാത്മാവ് തന്നെ സംസാരിക്കണം. വാക്കുകളെയും വചനങ്ങളെയും തരണമെന്ന് പ്രാർത്ഥിക്കുന്നു. ശ്രോതാക്കളിൽ ഈ വചനം കേട്ട് കർത്താവ് വലിയ ജീവിതമാറ്റങ്ങൾ സംഭവിക്കാൻ തക്കവണ്ണം കർത്താവുടെ ഹൃദയങ്ങളിൽ ഇടപെടണം. കർത്താവായ യേശുവിനെ രക്ഷകനായി വിശ്വസിച്ച് ഏറ്റുപറഞ്ഞ് നിൻ്റെ നാമം സാക്ഷ്യപ്പെടുത്തുവാൻ അവരുടെയും അധരങ്ങളെ തുറക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. നിൻ്റെ കൃപ ഞങ്ങളോടുകൂടി ഇരിക്കണമേ. യേശു കർത്താവിൻ്റെ നാമത്തിൽ തന്നെ ആമീൻ. ഇന്ന് നമ്മൾ എഫേസ്യോസ് 4-ാം അധ്യായം 16-ാം വാക്യം മുതൽ നമുക്ക് ധ്യാനിക്കാം. 16-ാം വാക്യം: അവൻ വഴി ശരീരം മുഴുവൻ ഓരോ സന്ധിബന്ധവും അതതിൻ്റെ ജോലി നിർവഹിക്കത്തക്ക വിധം സമന്വയിക്കപ്പെട്ട് വളരുകയും സ്നേഹത്തിൽ രൂപപ്പെടുകയും ചെയ്യുന്നു. സ്നേഹത്തിൽ രൂപപ്പെടുകയും ചെയ്യുന്നു. സ്നേഹത്തെക്കുറിച്ചാണ് ഒരു സൂചന അവിടെ കൊടുത്തിരിക്കുന്നത്. അഗാപ്പെ എന്നുള്ള വാക്കാണ് സ്നേഹത്തിന് പൗലോസ് അവിടെ ഉപയോഗിച്ചിരിക്കുന്ന വാക്ക്. കൃപയുടെ ദാനത്തിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന ആ ശക്തി സമൂഹത്തിൽ മറ്റുള്ളവരെ പണിത് ഉയർത്തുന്നതിനുള്ളതാണ്. ആ വീക്ഷണത്തോടുകൂടി തൻ്റെ ദാനങ്ങളെ ഉപയോഗിക്കുവാൻ ഓരോരുത്തരെയും അത് പ്രേരിപ്പിക്കുന്നു. തൻ്റെ തന്നെ പ്രബുദ്ധത കൈവരിക്കാനല്ല അത് ശ്രമിക്കുന്നത്. സ്നേഹത്തിലാണ് രൂപപ്പെടുന്നത്. സ്നേഹത്തിൽ എന്നത് ക്രിസ്തുവിൽ എന്ന് വേണേലും നമുക്ക് ചിന്തിക്കാം. ക്രിസ്തുവും തന്നെ തന്നെ പ്രീതിപ്പെടുത്തിയില്ല എന്ന് റോമർ 15:3 എഴുതിയിരിക്കുന്നു. തന്നെ തന്നെ അങ്ങ് പ്രീതിപ്പെടുത്താനല്ല നമ്മൾ ഓരോ കാര്യങ്ങൾ ചെയ്യേണ്ടത്. കർത്താവ് പോലും അങ്ങനെ തന്നെ തന്നെ പ്രീതിപ്പെടുത്താനല്ല ചെയ്തിരിക്കുന്നത്. റോമർ 15:3 തൻ്റെ താല്പര്യങ്ങളെ മാറ്റിവെച്ചിട്ട് സഭയെ പണിതുയർത്തുക, അതിനുവേണ്ടി തൻ്റെ ജീവൻ മുഴുവൻ അതിനുവേണ്ടി തിരിച്ച് വിടുകയായിരുന്നു യേശു കർത്താവ് ചെയ്തത്. സ്വർഗം ആ സൗഭാഗ്യവും വേണ്ടാന്ന് വെച്ച് ദൈവത്വം അതിനെക്കുറിച്ച് കാര്യമായി പരിഗണിക്കാതെ നമ്മുടെ കൂട്ടൊരു മനുഷ്യനായി ബേത്ലഹേമിലെ കാലിത്തൊഴുത്തിൽ പുൽക്കൂട്ടിൽ ജനിക്കുവാൻ തക്കവണ്ണം പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടാവ്, സകല നക്ഷത്രജാലങ്ങളെയും കയ്യിലെടുത്ത് പിടിച്ചുകൊണ്ട് നിൽക്കുന്നവൻ, സകലത്തെയും സൃഷ്ടിച്ച് പരിപാലിക്കുന്നവൻ, മനുഷ്യരിൽ ഏറ്റവും ദാരിദ്ര്യത്തിൻ്റെ അവസ്ഥയിൽ ജനിച്ചു എന്നത് നമ്മളോടുള്ള സ്നേഹം കൊണ്ടാണെന്ന് നമ്മൾ ഓർക്കണം. അതാണല്ലോ ഈ മാസം നമ്മൾ പ്രത്യേകമായി ചിന്തിക്കുകയും ആഘോഷിക്കുകയും ചെയ്യുന്ന ആ ക്രിസ്മസ്. ദൈവം നമ്മളെ കാണാൻ നമ്മുടെ അടുത്തേക്ക് വന്നു. നമ്മുടെ നഗ്ന നേത്രങ്ങൾ കൊണ്ട് അവനെ കാണുവാൻ തക്കവണ്ണം അവൻ മനുഷ്യരൂപം ധരിച്ച് നമ്മുടെ അടുത്തേക്ക് വന്നു. ഇനി 17-ാം വാക്യം ഞാൻ വായിക്കുകയാണ്. കർത്താവിൽ ഞാൻ നിങ്ങളോട് ഉറപ്പിച്ച് പറയുകയും സാക്ഷ്യപ്പെടുത്തുകയും ചെയ്യുന്നു, നിങ്ങൾ ഇനി ഒരിക്കലും വ്യർത്ഥ ചിന്തയിൽ കഴിയുന്ന വിജാതീയരെ പോലെ ജീവിക്കരുത്. നമ്മൾ വിജാതീയരെ പോലെ ജീവിക്കരുത്. കാര്യം അതിന് വ്യത്യാസമുണ്ട്, അതുകൊണ്ടാണ്. ഇനി 4-ാം അധ്യായം 17 മുതൽ 5-ാം അധ്യായം 20 വരെ ക്രിസ്തീയ നവീകരണ ജീവിതത്തിൻ്റെ തത്വങ്ങളാണ് പൗലോസ് വിവരിക്കുന്നത്. എഫേസോസിലെ വിശ്വാസികൾ പുറജാതികളായി കഴിഞ്ഞ കാലത്തെ ജീവിതവും ക്രിസ്തുവിലുള്ള ഇപ്പോഴത്തെ ജീവിതവും തമ്മിലുള്ള വ്യത്യാസങ്ങളെയാണ് ഈ ഭാഗങ്ങളിൽ ചിത്രീകരിച്ചിരിക്കുന്നത്. ജാതികളുടെ ധർമ്മനിഷ്ഠയുള്ള ജീവിതത്തെക്കുറിച്ച് റോമർ 1-ാം അധ്യായം 21 മുതൽ 32 വരെ
പൗലോസ് സൂചിപ്പിച്ചിട്ടുണ്ട്. നമുക്ക് ജഡിക മനസ്സ്, എഫേസ്യരോട് പറയുന്നതാണെങ്കിലും നമ്മളെ കൂടെ ഉദ്ദേശിച്ച് പറയുകയാണ്. ജഡിക മനസ്സ്, ദുഷിച്ച ചിന്തകൾ, ദുഷിച്ച നിരൂപണം, ഇവയൊന്നും ഉണ്ടാകരുത്. റോമർ 8:7 പറയുന്നു, ജഡിക താൽപ്പര്യങ്ങളിൽ മുഴുകിയിരിക്കുന്ന മനസ്സ് ദൈവത്തിൻ്റെ ശത്രുവാണ്. അത് ദൈവത്തിൻ്റെ നിയമത്തിന് കീഴ്പ്പെടുന്നില്ല. സങ്കീർത്തനം 94:11 നമ്മളോട് പറയുന്നു, കർത്താവ് മനുഷ്യരുടെ വിചാരങ്ങൾ അറിയുന്നു, അവർ ഒരു ശ്വാസം മാത്രം. ഏതാണ്ട് വലുതാണെന്ന് നമ്മൾ വിചാരിച്ച് കളയണ്ട. ഒരു ശ്വാസം മാത്രം. ആ ശ്വാസം നമ്മളിൽ നിന്നങ്ങ് മാറുമ്പോൾ ജീവനില്ലാത്ത ശവശരീരങ്ങൾ. നമ്മൾ വലുതാണെന്നൊന്നും ഭാവിക്കരുത്. സുഭാഷിതങ്ങൾ 6:16-19 പറയുന്നു, കർത്താവ് വെറുക്കുന്ന 6 കാര്യങ്ങളുണ്ട്. 7-ഒന്നുകൂടി അവിടുന്ന് മ്ലേച്ഛമായി കരുതുന്നു. ഗർവ് കലർന്ന കണ്ണ്, വ്യാജം പറയുന്ന നാവ്, നിഷ്കളങ്കമായ രക്തം ചൊരിയുന്ന കൈ, ദുഷ്കൃത്യങ്ങൾ നനയ്ക്കുന്ന ഹൃദയം, തിന്മയിലേക്ക് പായുന്ന പാദങ്ങൾ, അസത്യം പറഞ്ഞു കൂട്ടുന്ന കള്ളസാക്ഷി, സഹോദരർക്കിടയിൽ ഭിന്നത വിതയ്ക്കുന്നവൻ. ദൈവത്തിന് ഇഷ്ടമില്ലാത്ത കാര്യങ്ങളാണ്. 7 നമ്മളിപ്പോൾ പറഞ്ഞു വെച്ചത്. ദുഷ്ടഹൃദയം പാടില്ല. ദുഷ്ടഹൃദയത്തിൻ്റെ ചില പ്രത്യേകതകൾ എന്തൊക്കെയാണെന്ന് ബൈബിള് വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും. ഏതാനും ചില കാര്യങ്ങൾ നമ്മൾ ചിന്തിക്കുകയാണ്. ഒന്ന്, ആ ഹൃദയം ഭ്രാന്ത് കൊണ്ട് നിറഞ്ഞിരിക്കുക. സഭാപ്രസംഗി 9:3 ഇങ്ങനെ പറഞ്ഞിരിക്കുന്നു, മനുഷ്യഹൃദയം തിന്മ കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. അതിനുശേഷം അവൻ മൃതലോകത്തിലേക്ക് എത്തുന്നു. മറ്റൊരു കാര്യം, ഹൃദയം കാപട്യം കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. ജെറമ്യ 17:9 ഇങ്ങനെ പറയുന്നു, ഹൃദയം മറ്റ് എന്തിനേക്കാളിലും കാപട്യമുള്ളതാണ്, ശോചനീയമാം വിധം ദുഷിച്ചതുമാണ്. അതിനെ ആർക്കാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്? ഈ ഹൃദയം ദുഷിച്ച ഹൃദയമാണെങ്കിൽ അതിൽ കവർച്ചയും ആർത്തിയും കൊണ്ട് നിറഞ്ഞിരിക്കും. മത്തായി 23:25 പറയുന്നു, കപടനാട്യക്കാരായ നിയമജരെ ഫരീസേരെ, നിങ്ങൾക്ക് ദുരിതം. നിങ്ങൾ പാനപാത്രത്തിൻ്റെയും ഭക്ഷണപാത്രത്തിൻ്റെയും പുറം വെടിപ്പാക്കുന്നു, എന്നാൽ അവയുടെ ഉള്ള് കവർച്ചയും ആർത്തിയും കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. ദുഷ്ടഹൃദയം സകല ദുഷ്ടതയുടെയും ഉറവിടമാണ്. സകല ദുഷ്ടതയുടെയും ഉറവിടമാണ്. മർക്കോസ് 7:21-22 വാക്യങ്ങളിൽ ഇങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്, ഉള്ളിൽ നിന്നാണ്, മനുഷ്യൻ്റെ ഹൃദയത്തിൽ നിന്നാണ് ദുശ്ചിന്ത, പരസംഗം, മോഷണം, കൊലപാതകം, വ്യഭിചാരം, ദുരാഗ്രഹം, ദുഷ്ടത, വഞ്ചന, ഭോഗാസക്തി, അസൂയ, ദൂഷണം, അഹങ്കാരം, മൂഢത എന്നിവ പുറപ്പെടുന്നത്. ഈ തിന്മകളെല്ലാം ഉള്ളിൽ നിന്ന് വരുന്നു. അവ മനുഷ്യനെ അശുദ്ധനാക്കുകയും ചെയ്യുന്നു. ദുഷ്ടഹൃദയത്തിൻ്റെ വേറൊരു കാര്യം, അത് അത്യാഗ്രഹത്തിൽ തഴക്കം നേടുന്നതാണ്. 2 പത്രോസ് 2:14 എഴുതിയിരിക്കുന്നു, അവർ അത്യാഗ്രഹത്തിൽ തഴക്കം നേടിയവരും ശാപത്തിൻ്റെ സന്തതികളുമാണ്. ഇനി നമ്മൾ ഹൃദയപരമാർത്ഥതയോടുകൂടി അങ്ങ് ജീവിച്ചാൽ എന്താണ് നമുക്ക് ഗുണം? ഹൃദയപരമാർത്ഥതയ്ക്ക്
അതിൻ്റേതായ പ്രതിഫലം ലഭിക്കും. സങ്കീർത്തനം 7:10 പറയുന്നു, ഹൃദയ നിഷ്കളങ്കതയുള്ളവരെ രക്ഷിക്കുന്ന ദൈവമാണ് നമ്മുടെ പരിച. സുഭാഷിതങ്ങൾ 2:7 പറയുന്നു, അവിടുന്ന് സത്യസന്ധർക്കായി അനൂനമായ ജ്ഞാനം കരുതി വയ്ക്കുന്നു, ധർമ്മനിഷ്ഠർക്ക് അവിടുന്ന് പരിചയായി വർത്തിക്കുന്നു. 4:18 നമുക്ക് നോക്കാം. 18-ാം വാക്യം, ഹൃദയകാഠിന്യം നിമിത്തം അജ്ഞത ബാധിച്ച അവർ ബുദ്ധിയിൽ അന്ധകാരം നിറഞ്ഞ് ദൈവത്തിൻ്റെ ജീവനിൽ നിന്ന് അകറ്റപ്പെട്ടിരിക്കുന്നു. ആരാണ് ഹൃദയകാഠിന്യം ഉള്ളവർ? ദൈവത്തിൻ്റെ ജീവനിൽ നിന്ന് അകറ്റപ്പെട്ടിരിക്കുന്നു. ഹൃദയകാഠിന്യത്തിൻ്റെ പ്രശ്നം അതാണ്. ആത്മീയ അന്ധത ബാധിക്കുവാനും അങ്ങനെ ദൈവത്തിൻ്റെ ജീവനിൽ നിന്ന് അകറ്റപ്പെടുവാനും ഇടയാകുന്നത് ഇപ്പം നമ്മൾ കണ്ടു, ഹൃദയകാഠിന്യം മൂലമാണ്. കണ്ണിനെക്കുറിച്ചും കർത്താവ് പറഞ്ഞിട്ടുണ്ട്. മത്തായി 6:22-23, കണ്ണാണ് ശരീരത്തിൻ്റെ വിളക്ക്. കണ്ണിന് കുറ്റം ഇല്ലെങ്കിൽ ശരീരം മുഴുവൻ പ്രകാശിക്കും. കണ്ണ് ദുഷ്ടമാണെങ്കിലോ ശരീരം മുഴുവൻ ഇരുണ്ടു പോകും. നിന്നിലെ പ്രകാശം അന്ധകാരമാണെങ്കിൽ അന്ധകാരം എത്രയോ വലുതായിരിക്കും. ആത്മീയ അന്ധതയെക്കുറിച്ച് യേശു കർത്താവ് ഇങ്ങനെ പഠിപ്പിച്ചിട്ടുണ്ട്. മത്തായി 15:14, ആത്മീയ അന്ധര് അവരെ വിട്ടേക്കൂ, അവർ അന്ധരെ നയിക്കുന്ന അന്ധരാണ്. അന്ധനെ നയിച്ചാൽ ഇരുവരും കുഴിയിൽ വീഴും. വിധക്കാരൻ്റെ ഉപമ യേശു പഠിപ്പിച്ചു. അതിനുശേഷം യേശു 12 പേരോട്, പിന്നെ തൻ്റെ കൂടെ ഉണ്ടായിരുന്നവരോട് അതിൻ്റെ അർത്ഥമൊക്കെ ഒന്ന് വിശദീകരിച്ചു. മർക്കോസ് 4:11-12 വാക്യങ്ങളിൽ യേശു അവരോട് പറയുകയാണ്, ദൈവരാജ്യത്തിൻ്റെ രഹസ്യം നിങ്ങൾക്കാണ് നൽകപ്പെട്ടിരിക്കുന്നത്. ഉപമയായിട്ട് നേരത്തെ പറഞ്ഞു, എൻ്റെ രഹസ്യം മനസ്സിലാക്കണം, അത് നിങ്ങൾക്ക് അതിൻ്റെ അനുഗ്രഹം കൃപ ലഭിച്ചിരിക്കുന്നത്. പുറത്തുള്ളവർക്കാകട്ടെ എല്ലാ ഉപമകളിലൂടെ മാത്രം. അവർ കണ്ടിട്ടും കാണാതിരിക്കുന്നതിനും കേട്ടിട്ടും ഗ്രഹിക്കാതിരിക്കുന്നതിനും അങ്ങനെ അവർ മനസ്സ് തിരിഞ്ഞ് മോചനം പ്രാപിക്കാതിരിക്കുന്നതിനും വേണ്ടിയാണ് അത്. യേശു പറഞ്ഞില്ലേ, പിതാവിനാൽ ആകർഷിക്കപ്പെടാതെ ആർക്കും എൻ്റെ അടുത്ത് വരാൻ സാധിക്കത്തില്ല. എത്രയോ പേര് യേശുവിൻ്റെ വചനങ്ങൾ കേട്ടു, യേശുവിനെ അവർ കുറ്റം വിധിക്കുകയല്ലാതെ അവരുടെ ഹൃദയത്തിന് മാറ്റം ഉണ്ടാകുന്നില്ല. വചനം അനുസരിച്ച് ഇത് പറയുന്നത് ശരിയാണോ എന്നവർ നോക്കുന്നില്ല. യേശുവിൻ്റെ അത്ഭുത പ്രവൃത്തികൾ കണ്ടിട്ട് വരാനിരിക്കുന്ന മിശിഹ ഇവൻ തന്നെ എന്ന് അവർക്ക് മനസ്സിലാകുന്നില്ല. കണ്ടിട്ടും കാണുന്നില്ല, കേട്ടിട്ടും ഗ്രഹിക്കുന്നില്ല. ക്രിസ്തു വരുമെന്ന് അവർക്കറിയാം. മുന്നേ നിൽക്കുകയാണ് യേശു ക്രിസ്തു മുന്നിൽ നിന്ന് സംസാരിക്കുന്നു. അവർക്ക് മനസ്സിലാകുന്നില്ല. ശമരിയാക്കാരി സ്ത്രീ, ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു മിശിഹ വരുമെന്ന്. യേശു പറഞ്ഞു, നിൻ്റെ മുമ്പിൽ നിന്നോട് സംസാരിച്ചുകൊണ്ട് നിൽക്കുന്ന ഞാൻ തന്നെയാണ് മിശിഹ. അവിടെ ഹൃദയം അങ്ങ് തുറന്നു, അവൾക്ക് മനസ്സിലായി. ചിലർക്ക് മനസ്സിലാകുന്നില്ല. പിതാവിനാൽ ആകർഷിക്കപ്പെടുന്നവർ അത് മനസ്സിലാക്കുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഹൃദയകാഠിന്യത്തെക്കുറിച്ച് ബൈബിള് പ്രത്യേകമായിട്ട് എഴുതിയിട്ടുണ്ട്. ഹൃദയകാഠിന്യം ശീലിക്കുന്നവർക്ക് അതൊരു ദുരിതമായിട്ട് സംഭവിക്കും. സുഭാഷിതങ്ങൾ 24:14 പറയുന്നു, നിരന്തരം ദൈവഭക്തിയിൽ കഴിയുന്നവൻ അനുഗ്രഹീതനാണ്, ഹൃദയകഠിനമാക്കി വയ്ക്കുന്നവൻ ദുരിതം അനുഭവിക്കും. എപ്പോഴും ദൈവഭക്തിയിലാണ് നമ്മൾ കഴിയേണ്ടത്, അനുഗ്രഹം പ്രാപിക്കും. എന്നാൽ ഹൃദയം കഠിനമാക്കി വെക്കുക യേശുവിന് മനസ്സിലാക്കുന്നില്ല, അവർക്ക് ദുരിതമുണ്ടാകും. ഹെബ്രായ ലേഖനം 3:13 പറയുന്നു, ഇന്ന് എന്ന് വിളിക്കപ്പെടുന്ന ദിവസങ്ങളുള്ള കാലത്തോളം എല്ലാ ദിവസവും നിങ്ങൾ പരസ്പരം ഉപദേശിക്കുവീൻ, ഇത് നിങ്ങൾ പാപത്തിൻ്റെ വഞ്ചനയാൽ കഠിന ഹൃദയരാകാതിരിക്കുവാനാണ്. ഇന്ന് എന്ന് വിളിക്കപ്പെടുന്ന ഒരു ദിവസം ഉണ്ടെങ്കിൽ
നിങ്ങൾ ഈ കാര്യം ചെയ്യണമെന്ന്. എന്ത്? എല്ലാ ദിവസവും നിങ്ങൾ പരസ്പരം ഉപദേശിക്കുവിൻ. ദൈവവചനങ്ങൾ മറ്റുള്ളവരോട് പറയുന്ന കാര്യമാണ്. അവരെ നമ്മൾ ഉപദേശിക്കണം എല്ലാ ദിവസവും. ഇന്ന് എനിക്ക് നേരമില്ലെന്ന് പറയണ്ട, എല്ലാ ദിവസവും ഉപദേശിക്കുവാനുള്ളതാണ്, ഉപദേശിക്കണമെന്നാണ് ബൈബിൾ പറഞ്ഞിരിക്കുന്നത്. ആരെ? പരസ്പരം ഉപദേശിക്കണം. നമുക്ക് നമ്മുടെ സ്നേഹിതനോട് പറയാം, സ്നേഹിതൻ നമ്മളോടും പറയട്ടെ, ഒരു ഡിസ്കഷൻ നടക്കണം. കർത്താവിനെക്കുറിച്ച് നമ്മൾ പറഞ്ഞുകൊണ്ടേയിരിക്കണം. അങ്ങനെ പറയാമെങ്കിൽ ഇവിടെ പറഞ്ഞിരിക്കുന്നത്, പാപത്തിൻ്റെ വഞ്ചനയാൽ നിങ്ങളുടെ ഹൃദയം കഠിനമാകാതിരിക്കും. അപ്പോൾ കഠിന ഹൃദയം വേണ്ട, അതിനെന്താ ഒരു മാർഗമെന്ന് ചിന്തിക്കുമ്പോൾ ഇങ്ങനെ ചിന്തിച്ചാൽ മതി. നിങ്ങൾ പരസ്പരം ഉപദേശിക്കണം. പാപത്താൽ നിങ്ങളുടെ ഹൃദയം വഞ്ചിക്കപ്പെട്ട് കഠിന ഹൃദയമാകാതിരിക്കാൻ അത് നല്ലതാണ്. മെരീബായിലെ മരുഭൂമിയിലെ മാസായിൽ വെച്ച് ചിലർ ഹൃദയം കഠിനമാക്കി. വെള്ളം കിട്ടുന്നില്ല, അതുകൊണ്ടാണ്. അതിനെക്കുറിച്ച് സങ്കീർത്തകൻ എഴുതിയിട്ടുണ്ട്. സങ്കീർത്തനം 95:11, അവർ എൻ്റെ സ്വസ്ഥതയിൽ പ്രവേശിക്കയില്ലെന്ന് കോപത്തോടെ ഞാൻ ശബ്ദം ചെയ്തു. യഹോവ പറയുന്ന കാര്യമാണ്. കോപത്തോടെ ഒരു കാര്യം പറഞ്ഞു, അവർ എൻ്റെ സ്വസ്ഥതയിൽ പ്രവേശിക്കുകയില്ല. കർത്താവിൻ്റെ സ്വസ്ഥതയിൽ പ്രവേശിക്കാനാണ് നമ്മൾ ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. പക്ഷെ ഹൃദയം കഠിനമാക്കിയവരെക്കുറിച്ച് കർത്താവ് പറഞ്ഞിരിക്കുകയാണ്, അവർ എൻ്റെ സ്വസ്ഥതയിൽ പ്രവേശിക്കുക ഇല്ല. ശബ്ദം ചെയ്ത് പറഞ്ഞിരിക്കുക, കോപത്തോടെ പറഞ്ഞിരിക്കുക. അവർ വഴിപിഴച്ച ഹൃദയത്തോടു കൂടിയ ജനമാണെന്നും കർത്താവിൻ്റെ വഴികളെ ആദരിക്കുന്നില്ലെന്നും, അതാണ് അങ്ങനെ കർത്താവ് ശപിക്കുവാനായിട്ടുണ്ടായ ആ കാരണം. അതാണ് ഹൃദയകാഠിന്യത്തിൻ്റെയും അതിൻ്റെ പരിണത ഫലങ്ങളുടെയും വിവരണം ബൈബിളിൽ നമുക്ക് പലയിടത്തായിട്ട് പല അനുഭവങ്ങൾ, സംഭവങ്ങൾ കാണുവാൻ സാധിക്കും. ബാബിലോൺ രാജാവ് നെബൂഖദ്നേസർ, അദ്ദേഹത്തിൻ്റെ മകനാണ് ബെൽഷാസർ. ബെൽഷാസർ രാജാവായിട്ട് വാണ കാലത്ത് അദ്ദേഹം 1000 പ്രഭുക്കന്മാർക്ക് ഒരു വിരുന്നങ്ങ് നടത്തി. അദ്ദേഹം നടത്തട്ടെ, പക്ഷേ വീഞ്ഞു കുടിക്കാൻ ഉപയോഗിച്ച പാത്രം എന്ന് പറയുന്നത് ജെറുസലേമിൽ ദേവാലയത്തിൽ നിന്ന് തൻ്റെ പിതാവ് എടുത്തുകൊണ്ട് വന്ന വെള്ളി കൊണ്ടും സ്വർണം കൊണ്ടും നിർമ്മിച്ച പാനപാത്രങ്ങളാണ് ഉപയോഗിച്ചത്, ദേവാലയത്തിലെ പാത്രങ്ങൾ. വീഞ്ഞ് കുടിച്ചതിന് ശേഷം അവർ വിഗ്രഹങ്ങളെ ആരാധിക്കാൻ തുടങ്ങി. വീഞ്ഞങ്ങ് കുടിച്ച് അകത്ത് ചെന്നപ്പോഴത്തേനെ ഈ ബുദ്ധി അങ്ങില്ലാതായി. കല്ലും മരവും കൊണ്ടുള്ള വിഗ്രഹങ്ങളെ പിന്നെ അവർ ആരാധിക്കുക, നൃത്തം ചെയ്യുകയും മറ്റ് ഉല്ലാസങ്ങളൊക്കെ ഉണ്ട്. ഇപ്പോഴും പലരും അങ്ങനെ, ഞാൻ കുറ്റമൊന്നും ചെയ്യത്തില്ല, പാപം ചെയ്യത്തില്ല, അല്പം വീഞ്ഞ് എൻ്റെ ഹൃദയത്തിൻ്റെ വേദനയൊന്ന് മാറാൻ വേണ്ടി അകത്തോട്ട് ചെല്ലട്ടെന്നാണ് ചിലർ വിചാരിക്കുന്നത്. ബുദ്ധി പോകും, പാടില്ല, തുടരുതെന്ന് ദൈവകൽപ്പന ബൈബിളിൽ വചനം ഉണ്ട്. അതനുസരിക്കാതെ ഇതങ്ങകത്ത് ചെന്നോട്ടെന്ന് വിചാരിച്ചാൽ കുഴപ്പമാണ്. ഇന്നത്തെ നമ്മുടെ കേരളത്തിൽ നടക്കുന്ന പല കാര്യങ്ങൾക്കും നമുക്കറിയാം. അതിൻ്റെ മൂല കാരണം ബുദ്ധി അങ്ങ് പോവുകയാണ്. മയക്കുമരുന്നുകളും എല്ലാം അങ്ങ് അകത്തോട്ടങ്ങ് ആക്കുക, ബുദ്ധി പോയിട്ട് പിന്നെ എല്ലാം അങ്ങ് ചെയ്യുക. ഏതായാലും ഇവിടെ ഇങ്ങനെ അവർ ബുദ്ധി ഭ്രമം ഉണ്ടായിക്കഴിഞ്ഞപ്പോൾ ഒരു കാര്യം പറ്റിപ്പോയി. പെട്ടെന്ന് ഒരു മനുഷ്യൻ്റെ കൈവിരൽ പ്രത്യക്ഷപ്പെട്ട് ആ ഭിത്തിയിൽ ഇങ്ങനെ എന്തോ എഴുതി, എന്തോന്നല്ല അത് വായിക്കത്തക്കവണ്ണമുള്ള കാര്യമാണ്. മെനേ മെനേ തേക്കൽ പാർസീൻ. രാജാവിൻ്റെ മുട്ട് ഇടിച്ചുപോയി. എന്തു ചെയ്യണം? അർത്ഥം അറിയിക്കാൻ എല്ലാവരെയും കൂടെ വിളിച്ചു, കൽദായരെയും ആൾക്കാരൊക്കെ മിടുക്കരെ ജ്ഞാനികളെയൊക്കെ വിളിച്ചു. ആർക്കൊന്നും പറയാൻ അറിയത്തില്ല. അവസാനം ദാനിയേൽ പ്രവാചകൻ്റെ കാര്യം നേരത്തെ സംഭവിച്ചിട്ടുണ്ട്. നെബൂഖദ്നേസറിൻ്റെ കാലത്തെ അദ്ദേഹം ഉണ്ടായിരുന്നല്ലോ. അപ്പോൾ അദ്ദേഹത്തെക്കുറിച്ച് പറഞ്ഞു, അദ്ദേഹത്തെ വിളിച്ചുകൊണ്ട് വന്നു. അദ്ദേഹം അതിന് വ്യാഖ്യാനം പറഞ്ഞു കൊടുത്തു. ദൈവം നിൻ്റെ രാജ്യത്തിൻ്റെ നാളുകൾ എണ്ണുകയും അതിൻ്റെ അവസാനം കുറിക്കുകയും ചെയ്തിരിക്കുന്നു. എന്തൊക്കെയാണെന്ന് ശ്രദ്ധിച്ചോണം. ദൈവം നിൻ്റെ രാജ്യത്തിൻ്റെ ആ പീരീഡ് കാലഘട്ടത്തെ ഇങ്ങനെ നിർണയിച്ചിട്ട് അവസാനം എന്നാണെന്ന് കുറിച്ച് വെച്ചു. അവസാനമായി, അതാണ് കുറിക്കാൻ കാരണം.
നിൻ്റെ രാജ്യത്തിൻ്റെ ഭരണത്തിൻ്റെ അവസാനം ആ നിമിഷം കർത്താവ് കുറിച്ച് കഴിഞ്ഞു. നിന്നെ തുലാസിൽ തൂക്കി നോക്കി, എല്ലാവരെയും തുലാസിൽ തൂക്കി നോക്കും. കുറവുണ്ടെങ്കിൽ അതിൻ്റെ അനുഭവം ഉണ്ടാകും. ബെൽത്താശാസറിനെ തുലാസിൽ തൂക്കി നോക്കി കുറവുള്ളവനായി കണ്ടിരിക്കുന്നു. കുറവുണ്ട്, എന്നാൽ ഇനി വേണ്ട. നിൻ്റെ രാജ്യം വിഭജിച്ച് മേദിയക്കാർക്കും പേർഷ്യക്കാർക്കുമായിട്ട് നൽകും. കർത്താവിൻ്റെ വിധിയല്ലേ? അർത്ഥം മനസ്സിലായി. ചരിത്രത്തിൽ എന്ത് സംഭവിച്ചു? അന്ന് രാത്രി തന്നെ ദാരിയൂസ്, മേദിയക്കാരനാ, ദാരിയൂസ് വന്ന് ബെൽത്തശാസ്ത്രനെ കൊന്നിട്ട് രാജ്യം സ്വന്തമാക്കി. എന്താ തെറ്റ് ചെയ്തതെന്ന് ഇപ്പം നമുക്ക് മനസ്സിലായി. ആ അനുഭവം ഉണ്ടാകും. ഇത് എഴുതപ്പെട്ടത് എന്തിനാ? നമുക്കും മാതൃകയാണ്. നമ്മുടെ ശരീരത്തെയും നമ്മുടെ മനസ്സിനെയും ദുർബലമാക്കി കളയരുത്. വീഞ്ഞും മദ്യവും കുടിച്ച് ബുദ്ധിരഹിതരായി പോകരുത്. വിഗ്രഹങ്ങളെ വന്ദിക്കരുത്. വിഗ്രഹാരാധന ഇപ്പം നമ്മുടെ ഇടയിലും ധാരാളം നടക്കുകയല്ലേ. കർത്താവായ യേശു ക്രിസ്തു മാത്രം ഏകരക്ഷകൻ എന്ന് പഠിപ്പിക്കുമ്പോൾ പലയിടത്തോട്ട് തിരിഞ്ഞങ്ങ് പോവുകയാണ്. അതിനെക്കുറിച്ചൊന്നും ആർക്കും ഒരു ചിന്തയും ഇല്ലാതെ അങ്ങ് മാറിപ്പോവുകയാണ്. വിഗ്രഹാരാധന ദൈവം എനിക്കത് ഇഷ്ടമല്ല, സഹിഷ്ണുത എനിക്കില്ല കാര്യത്തിൽ എന്ന് കർത്താവ് എടുത്തു പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണത്. ചരിത്രത്തിൽ ഇത് സംഭവിച്ചു എന്ന് നമ്മൾ കണ്ടല്ലോ. ഈ മനസ്സ് മരവിച്ചവർക്ക് അവർക്ക് കേട്ടാലും ഗ്രഹിക്കാൻ സാധിക്കത്തില്ല. അതാണ് അതിൻ്റെ ഒരു കുഴപ്പം. കേൾക്കുന്നവർ ധാരാളം ഉണ്ട്, പക്ഷെ അത് ഗ്രഹിക്കാൻ ഈ മനസ്സ് തഴമ്പിച്ചവർക്ക് സാധിക്കത്തില്ല. പൗലോസ് റോമിൽ കാരാഗ്രഹവാസം അനുഭവിക്കുമ്പോൾ, റോമിൽ വെച്ച് അദ്ദേഹം അവസാനം കാരാഗ്രഹം വീട്ടുതടങ്കലിലായിരുന്നു അനുഭവിക്കുമ്പോൾ, അന്നേരം അദ്ദേഹം സുവിശേഷം അറിയിച്ചു. ധാരാളം പേര് അദ്ദേഹത്തിൻ്റെ അടുത്ത് വരികയും അദ്ദേഹം ബൈബിള്, പഴയ നിയമമൊക്കെ, പ്രവാചകന്മാരുടെ ഗ്രന്ഥങ്ങളും എല്ലാം വ്യാഖ്യാനിച്ച് യേശു ക്രിസ്തുവാണെന്ന് വ്യാഖ്യാനിച്ച് കൊടുത്തിരിക്കുക. ഒരു ദിവസം ധാരാളം പേര് വന്നപ്പോൾ അദ്ദേഹം ഇങ്ങനെ രാവിലെ മുതലങ്ങ് പ്രസംഗിക്കുകയാണ്, കേൾക്കുക, അവർ വ്യാഖ്യാനിച്ച് പഠിപ്പിക്കുകയാണ്. മോശയുടെ നിയമത്തെയും പ്രവാചകന്മാരുടെയും എല്ലാം അടിസ്ഥാനമാക്കി യേശുവിനെക്കുറിച്ച് ബോധ്യപ്പെടുത്തുവാൻ അദ്ദേഹം ശ്രമിച്ചു. ദൈവരാജ്യത്തിൻ്റെ കുറിച്ച് പരസ്യമായി സാക്ഷ്യപ്പെടുത്തുകയും ചെയ്തു. അവൻ പറഞ്ഞത് ചിലർക്ക് ബോധ്യപ്പെട്ടു, മറ്റു ചിലർ അവിശ്വസിച്ചു. സത്യം കേട്ടാലും ഗ്രഹിക്കത്തില്ല, വിശ്വസിക്കത്തില്ല. അഭിപ്രായ വ്യത്യാസത്തോടെ അന്ന് അവർ പിരിഞ്ഞു പോയി. ഇതിനെക്കുറിച്ച് പൗലോസ് ഇങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോസ്തലപ്രവർത്തികൾ 28-ാം അധ്യായം 26-27 വാക്യങ്ങൾ. പൗലോസ് പറഞ്ഞു, പ്രവാചകനായ യേശയ്യ പറഞ്ഞത് ശരിയാണ്. നിങ്ങൾ തീർച്ചയായിട്ടും കാണും, എന്നാൽ ഗ്രഹിക്കുകയില്ല. അവർ കണ്ണുകൊണ്ട് കണ്ടു കാണുകയും കാതുകൊണ്ട് കേൾക്കുകയും ഹൃദയം കൊണ്ട് മനസ്സിലാക്കുകയും ചെയ്യുക അസാധ്യം. അത്രയ്ക്ക് ഈ ജനതയുടെ ഹൃദയം കഠിനമായി തീർന്നിരിക്കുന്നു. ചെവിയുടെ കേൾവി മന്ദീഭവിച്ചിരിക്കുന്നു. കണ്ണ് അവർ അടച്ചു കളയുകയും ചെയ്തിരിക്കുന്നു. ദൈവത്തിൻ്റെ ജീവനിൽ നിന്ന് അകറ്റപ്പെടുന്നവരും അകറ്റപ്പെട്ടവരും ഉണ്ട്. ചിലരെ സ്വയം അങ്ങ് അകലുക, ചിലരെ അകറ്റിക്കളയേണ്ടതായിട്ടുണ്ട്. അങ്ങനെ അകറ്റപ്പെട്ടവരുമുണ്ട്. ഒരിക്കൽ യേശു ഫരീശയരോടും നിയമജ്ഞരോടുമായിട്ട് പറയുകയാണ്. അവരോട് യേശു ചോദിച്ചു, നിങ്ങളുടെ പാരമ്പര്യത്തിൻ്റെ പേരിൽ നിങ്ങൾ ദൈവത്തിൻ്റെ പ്രമാണം ലംഘിക്കുന്നത് എന്തുകൊണ്ട്? ദൈവത്തിൻ്റെ പ്രമാണമുണ്ട്, മോശ വഴി കൊടുത്ത 10 കൽപ്പനകളുണ്ട്, അതിൻ്റെ വിശദീകരണങ്ങളുണ്ട്. പിന്നെ ഇതിൻ്റെയൊക്കെ ഒത്തിരി വിശദീകരണം തൽമൂദിൽ അവർ എഴുതിയുണ്ടാക്കി. അവരുടേതായ രീതിയിൽ ഒത്തിരി കാര്യങ്ങൾ, ഒത്തിരി പാരമ്പര്യങ്ങൾ, ഒന്നും
വിശ്വാസത്തെ അടിസ്ഥാനമാക്കിയുള്ളതല്ല, പക്ഷേ എല്ലാം പാലിക്കണമെന്ന് അവർക്കൊക്കെ നിർബന്ധമാണ്. നിങ്ങൾ ദൈവത്തിൻ്റെ പ്രമാണം ലംഘിക്കുന്നു, ഈ പാരമ്പര്യങ്ങളൊക്കെ പറഞ്ഞ് അത് ചെയ്ത് ദൈവത്തിൻ്റെ പ്രമാണം നിങ്ങൾ ലംഘിക്കുന്നു. എല്ലാ പ്രമാണങ്ങളുടെയും അടിസ്ഥാന തത്വം സ്നേഹമാണെന്ന് തന്നെ യേശു പഠിപ്പിച്ചിട്ടുണ്ട്. ഇന്നും നമ്മളൊരു കാര്യം ചിന്തിക്കണം. നമ്മൾ ഒത്തിരി പാരമ്പര്യത്തിൻ്റെ പേരിൽ ദൈവകൽപ്പന ലംഘിക്കുന്നുണ്ടോ എന്ന് ആത്മശോധന ചെയ്യണം. മത്തായിയുടെ സുവിശേഷം 15-ാം അധ്യായം 7, 8, 9 വാക്യങ്ങൾ. കപടനാട്യക്കാരെ, യേശയ്യ നിങ്ങളെക്കുറിച്ച് ശരിയായി തന്നെ പ്രവചിച്ചിരിക്കുന്നു. ഈ ജനം അധരം കൊണ്ട് എന്നെ ബഹുമാനിക്കുന്നു, എന്നാൽ അവരുടെ ഹൃദയം എന്നിൽ നിന്നും വളരെ അകലെയാണ്. അവർ മാനുഷിക നിയമങ്ങൾ പ്രമാണങ്ങളായി പഠിപ്പിച്ചുകൊണ്ട് വ്യർത്ഥമായി എന്നെ ആരാധിക്കുന്നു. അധരം കൊണ്ട് ബഹുമാനിക്കും, ഹൃദയം വളരെ ദൂരെയാണ്. ചിന്തകൾ, ഉദ്ദേശശുദ്ധി ഒന്നും ശരിയല്ല. പക്ഷെ വാക്കുകൾ കൊണ്ട് എഴുതപ്പെട്ട പുസ്തകമൊക്കെ ഉണ്ടല്ലോ, അങ്ങ് നീട്ടി അങ്ങ് ചൊല്ലാൻ എല്ലാവരും മിടുക്കരാ. അധരം കൊണ്ട് ബഹുമാനിക്കുന്നു, ഹൃദയത്തിൽ നിന്നല്ല. കർത്താവ് എന്താ പറഞ്ഞത്? ആത്മാവിലും സത്യത്തിലും ആരാധിക്കണം. ആത്മാവിലും സത്യത്തിലുള്ള ആരാധനയാണ് ആരാധന. അത് പ്രത്യേകം നമ്മൾ ഓർക്കണം. കർത്താവ് പറഞ്ഞു തന്ന കാര്യമാണ്. ചിലരുണ്ട്, ചില ആടുകൾ ആല മറന്നു പോയവരുണ്ട്. അതിൻ്റെ കുറ്റം ആട്ടിടയന്മാർക്കുള്ളതാണ്. യിരെമ്യാ 50:6 ഇങ്ങനെ എഴുതിയിരിക്കുന്നു: ഇടയന്മാർ വഴിതെറ്റിച്ച് മലകളിൽ നഷ്ടപ്പെട്ട ആടുകളാണ് എൻ്റെ ജനം. ഇടയന്മാർ പോയി തീറ്റാൻ പോയി, പക്ഷേ മലയിൽ ചെന്നപ്പോൾ ചിതറിക്കപ്പെട്ട് നഷ്ടപ്പെട്ടു പോയവർ, അങ്ങനെയുള്ളൊരു ജനമാണ് എൻ്റെ ജനം. യഹോവ പറയുകയാണ്, അവ മലകളും കുന്നുകളും താണ്ടി തങ്ങളുടെ ആല മറന്നുപോയി. ആ അവസ്ഥയിലായിരിക്കുകയാണ് എൻ്റെ ജനം. ഇതാണ് യഹോവ പറഞ്ഞിരിക്കുന്നത്. നമുക്ക് 19-ാം വാക്യത്തിലേക്ക് 4:19 കടക്കാം. അവർ മനസ്സ് മരവിച്ച് ഭോഗാശക്തിക്ക് തങ്ങളെ തന്നെ സമർപ്പിച്ചു. എല്ലാത്തരം അശുദ്ധികളിലും ആവേശത്തോടെ മുഴുകി. ഇത് എഫെസോസുകാരോട് അന്നത്തെ കാര്യം പൗലോസ് എഴുതിയതാണ്. അതേ വാചകം ഇന്ന് കേരളത്തെ സംബന്ധിച്ചും ഇന്ന് അതുപോലെ തന്നെ, അതുപോലെ അങ്ങ് ശരിയാണ്. എന്താണ് അവർ ചെയ്തത്? മനസ്സങ്ങ് മരവിച്ചു, ഭോഗാശക്തിക്ക് തങ്ങളെ തന്നെ അങ്ങ് സമർപ്പിച്ചു. എല്ലാത്തരം അശുദ്ധികളിലും ആവേശത്തോടെ മുഴുകി. അശുദ്ധിയിലങ്ങ് മുഴുകി. എല്ലാ തരത്തിലുമുള്ള ആ മ്ലേച്ഛതകളിലോട്ട് അങ്ങ് മുഴുകുകയാണ്. നമ്മുടെ കേരളത്തിൻ്റെ ചിത്രമാണ് അന്ന് എഫെസോസുകാരോട് പറഞ്ഞത്. ഇന്ന് നമ്മുടെയും ചിത്രമാണ്. ലൗകികമായ ഉല്ലാസങ്ങൾ. ചിലർ ഈ പാപത്തിന് ഒരു അതിൽ വെച്ചിട്ടുണ്ട്, അതിൻ്റെ അപ്പുറത്തോട്ട് പോയാലേ പാപമാകുള്ളൂ എന്നൊക്കെ അങ്ങനെ ചിന്തിച്ച് അങ്ങ് വിചാരിക്കും. ഞാനീ ചെയ്യുന്നതൊന്നും പാപമല്ലെന്ന് വിചാരിക്കും. പക്ഷേ ബൈബിൾ പഠിപ്പിക്കുന്നത് കൃത്യമായിട്ട് നമ്മൾ മനസ്സിലാക്കണം, ഇതിൻ്റെ അതിരെവിടെ വരെയാണെന്ന്. ലൗകിക ഉല്ലാസത്തിന് ദൂഷ്യഫലങ്ങളുണ്ട്. ചില ഫലങ്ങൾ നമ്മൾ ചിന്തിക്കാൻ പോവുകയാണ്. ഒന്ന്, ദാരിദ്ര്യം ബാധിക്കും. സുഭാഷിതങ്ങൾ 21:17 പറയുന്നു, സുഖലോലുപൻ ദരിദ്രനായിത്തീരും, വീഞ്ഞിലും സുഗന്ധതൈലത്തിലും ആസക്തി കാണിക്കുന്നവൻ ധനവാനാകുകയില്ല. വേറൊരു ദൂഷ്യം, സുരക്ഷിതത്വം ഇല്ലാതാകും. യേശയ്യാ 47:8-9 ഇങ്ങനെ പറയുന്നു, ഞാനല്ലാതെ മറ്റാരുമില്ല, ഞാൻ വിധവയാകുകയില്ല, പുത്രനഷ്ടം ഞാൻ അറിയുകയില്ല എന്ന് സങ്കല്പിച്ച് സുരക്ഷിതരായിരിക്കുന്ന സുഖഭോഗിനി, ശ്രവിക്കുക, ഇവ രണ്ടും ഒരു ദിവസം, ഒരു നിമിഷത്തിൽ തന്നെ നിനക്ക് ഭവിക്കും.
ഈ അനർത്ഥം നിനക്ക് ഭവിക്കും, വിധവയാകും, പുത്രനഷ്ടം ഉണ്ടാകും, ഇതൊന്നും എനിക്കുണ്ടാകത്തില്ലെന്ന് പറഞ്ഞ് ഇങ്ങനെ നിൽക്കുക. സംഭവിക്കും, ഒരു നിമിഷം തന്നെ നിനക്കിത് സംഭവിക്കും. ആത്മീയ വരൾച്ചയുണ്ടാകും. ആർക്കാണ്? ലൗകിക ഉല്ലാസത്തിലേക്ക് കടക്കുന്നവരെക്കുറിച്ചാണ്. ലൂക്കാ 8:14 മുള്ളുകളുടെ ഇടയിൽ വീണത് വചനം കേൾക്കുന്നെങ്കിലും ജീവിത ക്ലേശങ്ങൾ, സമ്പത്ത്, സുഖഭോഗങ്ങൾ എന്നിവ വചനത്തെ ഞെരുക്കിക്കളയുന്നത് കൊണ്ട് ഫലം പുറപ്പെടുവിക്കാത്തവരാണ്. വിത്ത് വിതച്ചു, വചനമാകുന്ന വിത്ത് ഹൃദയത്തിലോട്ട് വീണിട്ടുണ്ട്, വളർന്ന് ഫലം പുറപ്പെടുവിക്കാൻ ഒക്കുന്നില്ല. ചിലരുടെ കാര്യമാണ് യേശു പറഞ്ഞ ഉപമയിൽ ഒരു ഭാഗമായി പറഞ്ഞത്. എന്തുകൊണ്ടാണ് അവർക്കൊക്കാത്തത്? 3 കാരണങ്ങളാണ്. ഒന്ന് ജീവിത ക്ലേശങ്ങൾ, മറ്റേത് സമ്പത്ത്, മൂന്നാമത്തെ സുഖഭോഗങ്ങൾ. ജീവിത ക്ലേശങ്ങൾ ന്യായമായ രീതിയിൽ സാധാരണയായി ഒരു ജീവിതത്തിൽ ആ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ ചില പ്രയത്നങ്ങളും ചില കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടതായിട്ടുണ്ട്. അതിനെല്ലാം അങ്ങ് ജീവിത ക്ലേശങ്ങൾ എന്ന് പറയാനില്ല. പക്ഷെങ്കിൽ ചിലർക്ക് സാധാരണയിൽ കവിഞ്ഞ ക്ലേശങ്ങൾ ധാരാളം ഉണ്ടാകുന്നുണ്ട്. അതിനെയൊക്കെ കർത്താവിൽ ആശ്രയിച്ച് തരണം ചെയ്യാൻ സാധിക്കും. കർത്താവിൽ ആശ്രയിച്ച് ഞങ്ങൾ ജീവിച്ചാൽ മതി. അപ്പോൾ ഇതിനെയെല്ലാം തരണം ചെയ്ത് മുന്നോട്ട് പോകാൻ സാധിക്കും. ചിലരതിലങ്ങ് നിരാശപ്പെട്ടു പോകും. ജീവിത ക്ലേശങ്ങൾ അവരിൽ വിതയ്ക്കപ്പെട്ട ആ ദൈവവചനം വളർന്നു വരുവാൻ തടസ്സമായി നിൽക്കും. പിന്നെ സമ്പത്ത് ഈ പണത്തിൻ്റെ കാര്യമാണ്. എത്രയും പണം കൂട്ടി വെക്കാമെന്നാണ് ചിലരുടെ ചിന്ത. അല്ല, ഇതെല്ലാം കൂട്ടി വെച്ചിട്ട് എന്താ കാര്യം? മരിക്കുമ്പോൾ ഒരു നയ പൈസ കയ്യിൽ വെച്ചുകൊണ്ട് പോകുമോ? എല്ലാം കളഞ്ഞിട്ട് പോകേണ്ട നമ്മൾ കൂട്ടി വെക്കുന്നത് എന്തിനാണ് എന്ന് നമ്മൾ ചിന്തിക്കണം. എല്ലാം വെച്ച് ദരിദ്രർക്ക് കൊടുത്തിട്ട് എന്നെ അനുഗമിക്കുക എന്നല്ലേ കർത്താവ് പറഞ്ഞത്? ഈ സമ്പത്ത് ഇങ്ങനെ കൂട്ടിവെക്കാൻ വേണ്ടി സമയം കളഞ്ഞ് മനസ്സും കളഞ്ഞ് നമ്മൾ അതിൻ്റെ മേൽ ചിന്തിച്ചുകൊണ്ടിരുന്നാൽ നമ്മളിൽ വിതയ്ക്കപ്പെട്ട വചനം വളർന്നു വരികയില്ല. കാര്യം അതിന് സമയ സൗകര്യം ഇല്ലല്ലോ. മറ്റൊന്ന് സുഖഭോഗങ്ങൾ. അപ്പോൾ ഉള്ള 3 കാര്യങ്ങളാണ്: ജീവിതക്ലേശങ്ങൾ, സമ്പത്ത്, സുഖഭോഗങ്ങൾ. അത്രയും സുഖം അനുഭവിക്കാൻ ആഗ്രഹിച്ചാലേ ഇതിനൊക്കെ ഒരു പരിധിയില്ലേ? ഇങ്ങനെ അങ്ങ് അനുഭവിച്ചുകൊണ്ടിരുന്നാൽ നമ്മുടെ വചനം അത് വളർന്നു വരുവാൻ എപ്പോഴാണ് അവസരം? അതിനുള്ള സാഹചര്യങ്ങൾ എങ്ങനെ ഉണ്ടാക്കി കൊടുക്കുന്നില്ല. അത് എന്ത് പറ്റുന്നു? വചനത്തെ അങ്ങ് ഞെരുക്കും. അത് വളർന്നു വരത്തില്ല, ഫലവും പുറപ്പെടുവിക്കത്തില്ല. ഇതാണ് അതിൻ്റെ കുഴപ്പം. ചിലർ വിചാരിക്കും, 4-ാമത്തെ ഒരു കാര്യം, ഈ സമ്പത്തെന്ന് പറയുന്നത് സ്വർഗരാജ പ്രവേശനത്തിന് ഒരു തടസ്സവും അല്ലെന്നാണ് ചിലർ വിചാരിക്കുന്നത്. ലൂക്കോസ് 18:23 പറയുന്നു, അവൻ വളരെ വ്യസനിച്ചു, കാരണം അവൻ വലിയ ധനികനായിരുന്നു. ഈ ധനം കുഴപ്പമില്ല, പണം ഉണ്ടാക്കിക്കോ, പക്ഷേ അതിൻ്റെ വിനിയോഗത്തിൻ്റെ കാര്യത്തിലാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് എന്ന് ചിലർ അഡ്വൈസ് ചെയ്യും. പക്ഷേ ഒരു കാര്യം ഓർത്തോണം, ധനം സമ്പാദിക്കണമെന്ന ഹൃദയത്തിൽ വരുമ്പോൾ നിൻ്റെ ആത്മീയ വളർച്ച അവിടെ തടസ്സപ്പെടുകയാണ്. സ്വർഗരാജ്യത്തിന് പോകാൻ ഒക്കാത്തൊരു സാഹചര്യത്തിലേക്ക് നീ വീണു പോകും. നമുക്കാവശ്യമുള്ളത് കർത്താവ് പറയുമ്പോൾ അന്നേക്ക് വേണ്ടുള്ള അപ്പം തരാൻ പ്രാർത്ഥിക്കാനേ പറഞ്ഞിട്ടുള്ളൂ. നാളത്തെക്കുറിച്ച് ചിന്തിക്കുപോലും വേണ്ട, വിഷമിക്കേണ്ട എന്നാണ് കർത്താവ് പറഞ്ഞത്. പക്ഷികളെയൊക്കെ നോക്കാൻ കർത്താവ് നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. അതിനെയൊന്നും കർത്താവല്ലേ എല്ലാത്തിനെയും പരിപാലിക്കുന്നത്. നിങ്ങളെന്തിനാണ് വസ്ത്രത്തെക്കുറിച്ചും ഭക്ഷണത്തെക്കുറിച്ചും ഒക്കെ ഇങ്ങനെ അങ്ങ് ചിന്തിച്ച് വിഷമിക്കുന്നത്? ആവശ്യമില്ല. ഒരിക്കലും ഒരു യേശുവിൻ്റെ അടുത്ത് ഒരു വലിയ ധനവാനായ ആൾ വന്ന് ചോദിക്കുക, എങ്ങനെയാണ് സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കേണ്ടത്, ഞാൻ എന്ത് ചെയ്യണം? കർത്താവ് കൽപ്പനയെക്കുറിച്ചൊക്കെ പറഞ്ഞു. അവസാനം അയാൾ പറഞ്ഞു, ഞാൻ പരീക്ഷനാണ്, ഞാനിതൊക്കെ കൃത്യമായിട്ട് പാലിക്കുന്നത്. എൻ്റെ ചെറുപ്പം മുതൽ നല്ല 1-ാം തരം അനുസരണമുള്ളവൻ, കൽപ്പനകൾ അനുസരിച്ച് ജീവിക്കുന്നവന് ഒരു കുഴപ്പവും എനിക്കില്ല. അപ്പം ഞാൻ പോകുമല്ലോ എന്നാണ് അയാൾ ചോദിക്കുന്നതിൻ്റെ അർത്ഥം. കർത്താവ് പറഞ്ഞു, ഒരു കുറവ് നിനക്കുണ്ട്, നീ വലിയ ധനവാനല്ലേ, എന്തിനാണ് ഇതെല്ലാം കൂട്ടിവെക്കുന്നത്? എല്ലാം വിൽക്ക്, ദരിദ്രർക്ക് കൊടുക്കുക. എല്ലാം വിറ്റ് ദരിദ്രർക്ക് കൊടുത്തിട്ട് നീ എന്നെ അനുഗമിക്കുക. ഇങ്ങനെയാണ് കർത്താവ് പറഞ്ഞത്. അയാൾക്ക് വളരെ വ്യസനിച്ചു, കാരണം അവൻ വളരെ സമ്പത്തുണ്ടായിരുന്നു. അവനങ്ങ് പോയി. വിൽക്കാനും ദരിദ്രർക്ക് കൊടുക്കാനും യേശുവിനെ അനുഗമിക്കാനും അവൻ താല്പര്യപ്പെട്ടില്ല. വിൽക്കാൻ മാത്രമല്ല യേശു പറഞ്ഞത്, അത് ദരിദ്രർക്ക് കൊടുക്കണം.
എന്നെ അനുഗമിക്കണം. അതോട് ഓർത്തോണം. വിറ്റ് ദരിദ്രം കൊടുത്തേച്ച് വീട്ടിലിരിക്കാനല്ല പറഞ്ഞത്. എന്നെ അനുഗമിക്കണം, കർത്താവിനെ അനുഗമിക്കണം. ഇനി എന്നെ അനുഗമിക്കുമ്പോൾ വിറ്റ പണം ബാഗിൽ വെച്ചും കൊണ്ടുവരുവാനും കർത്താവ് പറഞ്ഞിട്ടില്ല. കർത്താവിന് ആ പണത്തിൻ്റെ ആവശ്യമേ ഇല്ല. പിന്നെ ഈ ലൗകിക സന്തോഷങ്ങളെ ഉല്ലാസത്തിലങ്ങ് കഴിയുന്നവർക്ക് വേറൊരു കുഴപ്പമുണ്ടാകും. അവർക്കൊരു ആത്മീയ മരണമുണ്ടാകും. 1 തിമോത്തിയോസ് 5:6 പറയുന്നു, സുഖാനുഭവങ്ങളിൽ മുഴുകിയിരിക്കുന്നവൾ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ മരിച്ചു കഴിഞ്ഞിരിക്കുന്നു. ജീവനോടിരിക്കുന്നെന്നൊക്കെയാണ് പറയുന്നത്. മരിച്ചിരിക്കുക, ആത്മീയമായി മരിച്ചവളാണ്. സുഖ അനുഭവങ്ങളിലങ്ങ് മുഴുകുകയാണ്, മരിച്ചു കഴിഞ്ഞു. വേറൊരു സംഗതി, തിന്മയ്ക്ക് തിന്മ പ്രതിഫലമായിട്ട് തന്നെ ലഭിക്കും. 2 പത്രോസ് 2:13 പറയുന്നു, അവർക്ക് തിന്മയ്ക്ക് തിന്മ പ്രതിഫലമായി ലഭിക്കും. പട്ടാപ്പകൽ മധുരോത്സവത്തിൽ മുഴുകുന്നത് അവർ ആനന്ദപ്രദമായി എണ്ണുന്നു. എന്ത് സംഭവിക്കും? തിന്മ അവർക്ക് പ്രതിഫലമായി ലഭിക്കും. രക്ഷപ്പെട്ടു പോകാമെന്നൊന്നും വിചാരിക്കണ്ട. അവളോടൊത്ത് ഭക്ഷണം കഴിക്കുമ്പോൾ അവർ കുടിച്ച് മതിച്ചുകൊണ്ട് വഞ്ചന പ്രവർത്തിക്കുന്നു. അവർ കളങ്കവും വൈകല്യവും നിറഞ്ഞവരാണ്. വേറൊന്ന് വളരെ വ്യക്തമായിട്ട് പറയുന്നു, ദൈവരാജ്യം അവർ അവകാശപ്പെടുത്തുകയില്ല. ജഡത്തിൻ്റെ വ്യാപാരങ്ങൾ പൗലോസ് അതിൻ്റെ ലിസ്റ്റ് തന്നെ ബൈബിളിൽ കൊടുത്തിട്ടുണ്ട്. ഗലാത്യ ലേഖനത്തിൽ അതിലുൾപ്പെടുന്ന 2-3 കാര്യങ്ങളാണ് വിദ്വേഷം, മദ്യപാനം, മധുരോത്സവം. ഗലാത്യ 5:21 പൗലോസ് എഴുതിയിരിക്കുന്നു, ഇത്തരം പ്രവർത്തികളിൽ ഏർപ്പെടുന്നവർ ദൈവരാജ്യം അവകാശപ്പെടുത്തുകയില്ലെന്ന് മുമ്പ് ഞാൻ നിങ്ങൾക്ക് നൽകിയിട്ടുള്ളതാക്കിയത് ഇപ്പോഴും ആവർത്തിക്കുന്നു. വീണ്ടും ആഡംബര ജീവിതത്തിൻ്റെ ഫലം ബൈബിൾ എഴുതിയിട്ടുണ്ട്. മരണശേഷം നരകത്തിലേക്ക് പോകുന്ന ഒരു ധനികനെ പറ്റി ഒരു ഉപമ യേശു പറഞ്ഞിരിക്കുന്നു. ധനവാൻ്റെയും ലാസറിൻ്റെയും ഉപമയ എന്നാണ് അതിനെ നമ്മൾ സാധാരണ തന്നെ പറയുന്നത്. ധനവാൻ നരകത്തിലേക്കാണ് പോയത് മരിച്ചു കഴിഞ്ഞപ്പോൾ. ലാസർ അബ്രാഹത്തിൻ്റെ മടിയിലേക്ക് പോയി. ലൂക്ക 16:1 പറയുന്നു, ഒരു ധനവാനുണ്ടായിരുന്നു. അവൻ ചമന്ന പട്ടും മൃദുല വസ്ത്രങ്ങളും ധരിക്കുകയും എന്നും സുഭിക്ഷമായി ഭക്ഷിച്ച് ആനന്ദിക്കുകയും ചെയ്തിരുന്നു. ആ കഥ എല്ലാവർക്കും അറിയാം, നമ്മളതിപ്പോൾ വിശദീകരിക്കുന്നില്ലെങ്കിലും ആ ധനവാനെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത്, അവൻ ചമന്ന പട്ടും മൃദുല വസ്ത്രങ്ങളും ധരിക്കുകയും എന്നും സുഭിക്ഷമായി ഭക്ഷിച്ച് ആനന്ദിക്കുകയും ചെയ്തിരുന്നു. അവൻ എന്തുവാ പാപം ചെയ്തതെന്നായിരിക്കും നമ്മൾ ചിന്തിക്കുന്നത്. ചമന്ന പട്ട്, ഏറ്റവും വില കൂടിയ പട്ടാണത്. ചമന്ന നിറമുള്ളത് പ്രത്യേക വിലയാണ്, അത് ധരിച്ചിരുന്നു. മൃദുല വസ്ത്രങ്ങൾ, ഏറ്റവും വില കൂടിയതായിട്ട് കണക്കാക്കുന്ന വസ്ത്രമാണ്, അതൊക്കെ ധരിക്കും. എന്നും സുഭിക്ഷമായി ഭക്ഷിക്കുന്നു, ആനന്ദിക്കുന്നു. എന്തേലും തെറ്റ് ചെയ്തിട്ടുണ്ടോ എന്ന് ചിലർ ചിന്തിക്കും. സുഭിക്ഷമായിട്ടങ്ങ് ഭക്ഷിക്കുന്നു, ആനന്ദിക്കുന്നു എന്നല്ലേ ഉള്ളൂ എന്ന് ചിന്തിക്കും. അല്ല, പടിവാതിക്കൽ ഒരു ദരിദ്രൻ കിടക്കുന്നു, വ്രണങ്ങൾ കൊണ്ട് ആകെ അങ്ങ് വൃത്തികേടായി വേദനപ്പെട്ട് നായ്ക്കൾ വന്ന് വ്രണങ്ങൾ നക്കുന്നു, ഭക്ഷിക്കാൻ ഒന്നുമില്ല. ഒരു പക്ഷേ ഈ ധനവാനെ കൈ ഇങ്ങനെ തുടച്ച് കളയുന്ന അപ്പകഷ്ണങ്ങൾ അങ്ങോട്ടെങ്ങാനും വീഴുമ്പോൾ പട്ടികൾ വന്നങ്ങടുത്ത് തിന്നും. പക്ഷേ പട്ടികൾ തിന്നാതെ അവിടെ എങ്ങാനും ഒരെണ്ണം കിടപ്പുണ്ടെങ്കിൽ അത് തിന്നാൻ വേണ്ടി കാത്തിരിക്കുന്ന ഒരു ദരിദ്രനാണ് ലാസർ. ലാസറും മരിച്ചു. അവൻ അബ്രാഹത്തിൻ്റെ മടിയിലേക്ക് എടുക്കപ്പെട്ടത്, ധനവാൻ നരകത്തിലേക്ക്. ഈ അനുഭവം കർത്താവ് അന്ന് പറഞ്ഞപ്പോൾ അന്നങ്ങനെ ഉണ്ട് ആ അനുഭവം. അന്ന് മാത്രമല്ല, ഇന്നും ആ അനുഭവം തുടരുകയാണ്. ദരിദ്രർ എന്നും നിങ്ങളോടുകൂടി ഉണ്ടല്ലോ. ആൾ ചെയ്ത തെറ്റ്, അപ്പുറത്ത് കിടക്കുന്ന സഹോദരനായിട്ട് പോലും അയാൾ അറിയുന്നില്ല, ആൾ കാണുന്ന പോലുമില്ല. ഇള തിന്നു കുടിച്ച് സുഖിച്ച് ആനന്ദിക്കുക.
ഈ ആഡംബര ജീവിതം നയിക്കുന്നതിനെക്കുറിച്ച് യാക്കോബ് പറയുന്നത് കൊലയുടെ ദിവസത്തേക്ക് ഹൃദയങ്ങളെ കൊഴുപ്പിച്ചിരിക്കുന്നു എന്നാണ് പറയുന്നത്. കൊലയുടെ ദിവസത്തേക്ക് ഹൃദയങ്ങളെ കൊഴുപ്പിച്ചിരിക്കുന്നു. യാക്കോബ് 5:5 പറയുന്നു, നിങ്ങൾ ഭൂമിയിൽ ആഡംബരപൂർവം സുഖലോലുപരായി ജീവിച്ചു, കൊലയുടെ ദിവസത്തേക്ക് നിങ്ങളുടെ ഹൃദയങ്ങളെ നിങ്ങൾ കൊഴുപ്പിച്ചിരിക്കുന്നു. നമ്മുടെ ശരീരം കൊഴുക്കട്ടെ, അപ്രദരിദ്രം കിടക്കുന്നു എന്നുള്ളത് നമ്മൾ അറിയുന്നില്ലെങ്കിൽ നമ്മൾ സുഖലോലുപരായി ജീവിച്ചവരിൽ പെടുന്നവരാണ്. സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുക സാധ്യമല്ല. വേറൊരു സംഗതി, നമ്മളിതിനെല്ലാം കണക്ക് കൊടുക്കേണ്ടി വരും കർത്താവിൻ്റെ മുമ്പിൽ. 1 പത്രോസ് 4:3-4-5 വാക്യങ്ങളിൽ പറയുന്നു, വിജാതിയർ ചെയ്യാൻ ഇഷ്ടപ്പെടുന്നത് പോലെ അഴിഞ്ഞാട്ടത്തിലും ജഡമോഹത്തിലും മദ്യപാനത്തിലും മതിരോത്സവത്തിലും നിഷിദ്ധമായ വിഗ്രഹ ആരാധനയിലും മുഴുകി നിങ്ങൾ മുമ്പ് വളരെ കാലം ചെലവഴിച്ചു. എന്നാൽ ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കാനിരിക്കുന്നതിൻ്റെ മുമ്പിൽ നിങ്ങൾ കണക്ക് കൊടുക്കേണ്ടി വരും. ഇതാരും അറിയുന്നില്ലെന്നൊന്നും വിചാരിക്കണ്ട. കണക്ക് കർത്താവിൻ്റെ കയ്യിലുണ്ട്, നമ്മളും കണക്ക് കൊടുക്കേണ്ടി വരും. ഇനി നമ്മൾ 20-ാമത്തെ വാക്യത്തിലോട്ട് കടക്കുകയാണ്. പക്ഷേ ഇതല്ല നിങ്ങൾ ക്രിസ്തുവിൽ നിന്ന് പഠിച്ചത്. ഒത്തിരി കാര്യങ്ങൾ നമ്മൾ ചിന്തിച്ചല്ലോ, പാപത്തിൽ മുഴുകുന്ന കാര്യം. എന്നിട്ട് പൗലോസ് പറയുകയാണ്, പക്ഷേ ഇതല്ല നിങ്ങൾ ക്രിസ്തുവിൽ നിന്ന് പഠിച്ചത്. ഇങ്ങനെ ജീവിക്കാനല്ലല്ലോ ക്രിസ്തുവിൽ നിന്ന് നിങ്ങൾ പഠിച്ചത്. ക്രിസ്തുവിൽ നിന്ന് പഠിച്ചത് എന്താണെന്ന് ഒറ്റ വാക്യത്തിൽ പറഞ്ഞാൽ അത് സ്നേഹത്തിൻ്റെ വലിയ പാഠമാണ്. സ്നേഹത്തിൻ്റെ വലിയ പാഠമാണ് ക്രിസ്തുവിൽ നിന്ന് നമ്മൾ പഠിച്ചത്. 1 തെസ്സലോനിക്ക 4:9 സഹോദര സ്നേഹത്തെ സംബന്ധിച്ച് നിങ്ങൾക്ക് എഴുതേണ്ടതില്ല, കാരണം പരസ്പരം സ്നേഹിക്കണമെന്ന് ദൈവം തന്നെ നിങ്ങളെ പഠിപ്പിച്ചിട്ടുള്ളതാണ്. ഞാൻ വീണ്ടും എഴുതണ്ടല്ലോ എന്നാണ് പൗലോസ് പറയുന്നത്. ദൈവം തന്നെ നിങ്ങളത് പഠിപ്പിച്ചിട്ടുണ്ട്. സ്നേഹം. 1 യോഹന്നാൻ 2:27 പറയുന്നു, ക്രിസ്തുവിൽ നിന്ന് നിങ്ങൾ സ്വീകരിച്ച അഭിഷേകം നിങ്ങളിൽ നിലനിൽക്കുന്നു. അതിനാൽ മറ്റാരും നിങ്ങളെ പഠിപ്പിക്കേണ്ടതില്ല. അവൻ്റെ അഭിഷേകം എല്ലാ കാര്യങ്ങളെയും കുറിച്ച് നിങ്ങളെ പഠിപ്പിക്കും. അത് സത്യമാണ്, വ്യാജമല്ല. അവൻ നിങ്ങളെ പഠിപ്പിച്ചതനുസരിച്ച് നിങ്ങൾ അവനിൽ വസിക്കുവീൻ. യേശുക്രിസ്തുവിൽ വസിക്കണം. ക്രിസ്തുവിൽ നിന്നാണ് നമ്മൾ പല കാര്യങ്ങൾ പഠിച്ചത് കൊണ്ടേ നമ്മുടെ ജീവിതത്തിൽ ചില വ്യത്യാസങ്ങളൊക്കെ ഉണ്ടായിരിക്കണം. നമ്മുടെ നീതി വ്യത്യസ്തമായിരിക്കണം. മത്തായി 5:20 പറയുന്നു, നിങ്ങളുടെ നീതി നിയമജ്ഞരുടെയും ഫരീശരുടെയും നീതിയെ അതിശയിക്കുന്നില്ലെങ്കിൽ നിങ്ങൾ സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുകയില്ലെന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. നമുക്കൊരു പശ്ചാത്താപത്തിൻ്റെ മനോഭാവം ഉണ്ടാകണം. പശ്ചാത്തപിക്കണം. പാപം ചെയ്ത് കൂട്ടി ഇങ്ങനെ അങ്ങ് വെച്ചോണ്ടിരുന്നാൽ പോരാ, പശ്ചാത്തപിക്കണം. ലൂക്ക 13:2 പറയുന്നു, പശ്ചാത്തപിക്കുന്നില്ലെങ്കിൽ നിങ്ങളെല്ലാവരും അതുപോലെ നശിക്കും. ആരെപ്പോലാന്നറിയാമല്ലോ? പീലാത്തോസ് ബലിയർപ്പിച്ചപ്പോൾ ബലിയർപ്പിക്കാൻ വന്ന അവരുടെ രക്തം കൂടി അതിൽ കലർത്തി. പീലാത്തോസ് ചെയ്തൊരു കാര്യമാണ്. പിന്നെ വേറൊന്ന്, ശീലോഹായിലെ മതിലിടിഞ്ഞ് വീണ് കുറേ പേര് മരിച്ചു. അവരൊക്കെ പാപം ചെയ്തുകൊണ്ടാണോ അങ്ങനെ സംഭവിച്ചതെന്ന് യേശുവിനോട് സംശയം ചോദിച്ചപ്പോൾ യേശു വിശദീകരിക്കുകയാണ്, പശ്ചാത്തപിക്കുന്നില്ലെങ്കിൽ നിങ്ങളെല്ലാവരും അതുപോലെ നശിക്കും. പാപം ചെയ്തു പോയി എന്നുള്ളതിനെക്കാട്ടിൽ ഒരു പ്രധാന സംഗതിയാണ് ആ ചെയ്ത പാപത്തെക്കുറിച്ച് പശ്ചാത്തപിക്കണം. പശ്ചാത്തപിച്ച പാപികളെയെല്ലാം കർത്താവ് പാപം മോചിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ് വിട്ടല്ലോ. പശ്ചാത്തപിക്കണം. പശ്ചാത്തപിച്ചില്ലെങ്കിൽ എന്ത് പറ്റും? അതുപോലെ നിങ്ങളും നശിക്കും. നമ്മൾ വീണ്ടും ജനിക്കണമെന്ന് കർത്താവ് പറഞ്ഞിട്ടുണ്ട്. യോഹന്നാൻ്റെ സുവിശേഷം 3-ാം അധ്യായം 5-ാം വാക്യം,
സത്യം സത്യമായി ഞാൻ നിന്നോട് പറയുന്നു, ജലത്താലും ആത്മാവിനാലും ജനിക്കുന്നില്ലെങ്കിൽ ഒരുവനും ദൈവരാജ്യത്തിൽ പ്രവേശിക്കുകയില്ല. നിക്കോദിമോസ് യഹൂദന്മാരുടെ വലിയ ഗുരുവാണ്. യേശുവിനെക്കുറിച്ച് അദ്ദേഹം മനസ്സിലാക്കി വിശ്വസിച്ചു. രാത്രിയിൽ യേശുവിൻ്റെ അടുത്ത് വന്നു. സ്വർഗ്ഗരാജ്യത്തിൽ ചെല്ലുന്നതിനെക്കുറിച്ചൊക്കെയാണ് യേശു പഠിപ്പിച്ചത്. വീണ്ടും ജനിക്കണമെന്ന് യേശു പറഞ്ഞു. പെട്ടെന്ന് അദ്ദേഹത്തിന് മനസ്സിലായില്ല. യേശു അത് വിശദീകരിച്ചു. ആത്മാവിൽ വീണ്ടും ജനിക്കണം. അമ്മയുടെ വയറ്റിൽ നിന്ന് ശരീരത്തിൽ നിന്നുള്ള ശരീരം, ജഡത്തിൽ നിന്നുള്ള ജഡമാണ് മനുഷ്യൻ, പോരാ. വീണ്ടും ഒന്ന് ജനിച്ച് സ്വർഗരാജ്യത്തിൻ്റെ ജനിക്കുന്ന ഒരു കുഞ്ഞായി മാറണം, ദൈവത്തിൻ്റെ ഒരു കുഞ്ഞായി മാറണം. പരിശുദ്ധാത്മാവിൽ സ്നാനപ്പെടണമെന്നർത്ഥം. അപ്പോൾ ഒരു വീണ്ടും ജനിച്ച അനുഭവമായി പരിശുദ്ധാത്മാവ് നിങ്ങളിൽ വസിക്കുന്നു. ദൈവകുഞ്ഞാടായി ദൈവത്തിൻ്റെ കുഞ്ഞുങ്ങൾക്ക് സ്വർഗത്തിൻ്റെ അവകാശം. അവർ കുറച്ചേ കൂടെ നാളെ ഈ ഭൂമി ജീവിക്കുമായിരിക്കും. യേശുവിനെ രക്ഷകനായി വിശ്വസിച്ച് അങ്ങ് വളർന്നു വരുമ്പോൾ അവർക്ക് അവകാശമുണ്ടാവും. ദൈവത്തിൻ്റെ മക്കളല്ലേ, മക്കൾക്കാണ് അവകാശം. എല്ലാവർക്കും അവകാശം ഇല്ല. എനിക്കൂടെ തരണേ എന്ന് പിന്നെ വാതിക്കൽ കൊട്ടിയാലൊന്നും തരത്തില്ല. നമ്മൾ ഇവിടെ വെച്ച് തന്നെ ദൈവത്തിൻ്റെ കുഞ്ഞുങ്ങളായി മാറി വളർന്നു വരണം. വിശ്വാസത്താൽ കർത്താവിനെ രക്ഷകനായി സ്വീകരിക്കണം. അപ്പോൾ നമുക്ക് സ്വർഗരാജ്യം കിട്ടും. അപ്പം അങ്ങനെയാണ്. അതുകൊണ്ടാണ് ഈ പരിശുദ്ധാത്മാവിനാൽ നിങ്ങൾ വീണ്ടും ജനിക്കണം എന്ന് യേശു കർത്താവ് വലിയ ജ്ഞാനിയായിരിക്കുന്ന ഗുരുവിനോട്, നിക്കോദിമോസിനോട് പറഞ്ഞു പഠിപ്പിച്ചത്. നമ്മളെ ആരാധിക്കേണ്ടത് ആത്മീയമായ രീതിയിൽ ആരാധനയാണ്. നമ്മൾ മുമ്പേ പറഞ്ഞ പോലെ അധരം കൊണ്ടുള്ള ഒരു കസർത്തല്ല ഈ ആരാധന എന്ന് പറയുന്നത്. ആത്മീയമായിട്ട് ആരാധിക്കണം. ആത്മാവിലും സത്യത്തിലും ആരാധിക്കണമെന്ന് യേശു കർത്താവ് തന്നെ നേരിട്ട് പറഞ്ഞൊരു കാര്യമാണ്. ആത്മാവിലും സത്യത്തിലും ആരാധിക്കണം. ഈ മലയിലോ ആ മലയിലോ അല്ല. ദൈവത്തെ ആരാധിക്കുന്നവർ, പിതാവിനെ ആരാധിക്കുന്നവർ ആത്മാവിലും സത്യത്തിലും ആരാധിക്കണം. ഏതായാലും സമറിയക്കാരി സ്ത്രീ, അവൾ സമറിയക്കാരി സ്ത്രീ ആണെങ്കിൽ പോലും അവളുടെ ഹൃദയത്തിൽ അത് പതിഞ്ഞു, അത് ഗ്രഹിച്ചു. യേശു ക്രിസ്തുവാണെന്ന് അവൾക്ക് മനസ്സിലാക്കാൻ സാധിച്ചു. എങ്ങനെ ആരാധിക്കണം? ആത്മാവിലും സത്യത്തിലും ആരാധിക്കണം. ആത്മനിറവോടുകൂടിയാണ് പ്രാർത്ഥിക്കേണ്ടത്, ആരാധിക്കേണ്ടത്. വാചക കസർത്തല്ല, പുസ്തകം നോക്കി വായിക്കുന്നതുകൊണ്ട് തെറ്റുണ്ടെന്നല്ല, പക്ഷേ ആത്മപ്രേരിതമായി ആത്മാവിൽ നിറഞ്ഞ് പ്രാർത്ഥിക്കണം. ഒരു ആത്മീയ ഭക്ഷണം തന്നെ നമ്മൾ കഴിച്ച് ശക്തിപ്പെടണം. യോഹന്നാൻ സുവിശേഷം 6-ാം അധ്യായം 53-ാം വാക്യവും 63-ാം വാക്യവും കൂടെ നമ്മൾ മനസ്സിലാക്കണം. യേശു പറയുകയാണ്, സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങൾ മനുഷ്യപുത്രൻ്റെ ശരീരം ഭക്ഷിക്കുകയും അവൻ്റെ രക്തം പാനം ചെയ്യുകയും ചെയ്യുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ജീവൻ ഉണ്ടായിരിക്കുകയില്ല. ആത്മാവാണ് ജീവൻ നൽകുന്നത്, ശരീരം ഒന്നിനും ഉപകരിക്കുന്നില്ല. നിങ്ങളോട് ഞാൻ പറഞ്ഞ വാക്കുകൾ ആത്മാവും ജീവനുമാണ്. ശിഷ്യന്മാർക്കുണ്ടായ ഒരു സംശയത്തിൻ്റെ നിവാരണം കൂടാണ്. എങ്ങനെയാണ് ഈ ഭക്ഷണം, ശരീരം ഭക്ഷിക്കുന്നതെന്ന് അവർക്കൊരു സംശയമുണ്ടായി. കർത്താവ് പറഞ്ഞു കൊടുത്തു, ശരീരം ഒന്നിനും ഉപകരിക്കുന്നില്ല. 63-ാം വാക്യം, ശരീരമൊന്നിനും ഉപകരിക്കുന്നില്ല. നിങ്ങളോട് ഞാൻ പറഞ്ഞ വാക്കുകൾ ആത്മാവും ജീവനുമാണ്. അതുകൂടെ മനസ്സിലാക്കി ഇരിക്കണം. ഇനി വിശ്വാസം എന്ന് പറയുന്നത് അത് വ്യക്തിപരമായ ഒരു കാര്യമാണ്. എൻ്റെ വീട്ടിൽ ബാക്കി എല്ലാവരും വിശ്വസിക്കുന്നു എന്നുള്ളത് കൊണ്ട് എൻ്റെ കുടുംബം മുഴുവൻ അങ്ങ് രക്ഷപ്പെട്ട് സ്വർഗത്തിൽ പോകുമെന്ന് വിചാരിക്കരുത്. ഈ വിശ്വാസമെന്ന് പറയുന്നത് വ്യക്തിപരമാണ്. ഓരോ വ്യക്തിയും വിശ്വസിക്കണം. വിശ്വസിക്കുന്നവർക്ക് മാത്രമേ സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കാനായിട്ട് ഒക്കത്തുള്ളൂ. വിശ്വാസം വ്യക്തിപരമായിരിക്കണം. യോഹന്നാൻ സുവിശേഷം 8:24 ഞാൻ തന്നെ എന്ന് വിശ്വസിക്കുന്നില്ലെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ പാപങ്ങളിൽ മരിക്കും. നാം എന്താണ് വിശ്വസിക്കേണ്ടതെന്നുള്ള ഒരു സൂചനയാണ് യോഹന്നാൻ ഇവിടെ തരുന്നത്. ഞാൻ തന്നെ എന്ന് വിശ്വസിക്കണം. ക്രിസ്തു പറയുകയാണ്, ഞാൻ ആരാണ്? ഞാൻ തന്നെ. യഹോവ എന്ന ആ വാക്കിൻ്റെ അർത്ഥം ഞാനാകുന്നു. യഹോവ മോശയോട് പറഞ്ഞത് അതാ, ഞാൻ യഹോവയാകുന്നു, ഞാൻ തന്നെ എന്ന് നിങ്ങൾ വിശ്വസിക്കുന്നില്ലെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ പാപങ്ങളിൽ തന്നെ വസിക്കുകയാണ്. പിന്നെ യേശു ക്രിസ്തുവാണ് ഈ സത്യം എന്ന് നമ്മൾ വിശ്വസിക്കണം. പിലാത്തോസിനോട് യേശു പറഞ്ഞില്ലേ, സത്യം എന്താണ്? ഞാനാണ് സത്യം, വഴിയും സത്യവും ജീവനും ഞാനാണ്. വഴി
പിതാവിൻ്റെ എങ്കിലേക്കുള്ള വഴി ഞാനാണ്. സത്യം, നിങ്ങൾ സത്യം അന്വേഷിച്ച് നടക്കുക, സത്യം ഞാനാണ്. ജീവൻ വേണമെന്ന് പറഞ്ഞ് നടക്കുക, ജീവൻ ഞാനാണ്. ഞാൻ വന്നിരിക്കുന്നത് അവർക്ക് ജീവൻ ഉണ്ടാകാനും അത് സമൃദ്ധമായി ഉണ്ടാകാനുമാണ്. അത് നമ്മൾ മനസ്സിലാക്കി വിശ്വസിക്കണം. അതാണ് പ്രധാന സംഗതി. യേശു പറഞ്ഞു, വഴിയും സത്യവും ജീവനും ഞാനാണ്, എന്നിലൂടെ അല്ലാതെ ആരും പിതാവിൻ്റെ അടുക്കലേക്ക് വരുന്നില്ല. യോഹന്നാൻ സുവിശേഷം 18:37 പീലാത്തോസ് യേശുവിനോട് ചോദിച്ചു, അപ്പോൾ നീ പറയുന്നു നീ രാജാവാണ് അല്ലേ? യേശു പ്രതിവചിച്ചു, നീ തന്നെ പറയുന്നു ഞാൻ രാജാവാണെന്ന്. ഇതിനു വേണ്ടിയാണ് ഞാൻ വന്നത്, ജനിച്ചത്. ഇതിനു വേണ്ടിയാണ് ഞാൻ ഈ ലോകത്തിലേക്ക് വന്നതും, സത്യത്തിന് സാക്ഷ്യം നൽകാൻ. സത്യത്തിൽ നിന്നുള്ളവൻ എൻ്റെ സ്വരം കേൾക്കുന്നു. എല്ലാവരും എൻ്റെ സ്വരം കേൾക്കുന്നില്ല, അല്ല കേട്ടാൽ മനസ്സിലാകുന്നില്ല. സത്യത്തിൽ നിന്നുള്ളവൻ എൻ്റെ സ്വരം കേൾക്കുന്നു. യേശു ഈ ആശയം വേറൊരു വാക്യത്തിൽ പറഞ്ഞിട്ടുണ്ട്. ആടുകൾ ഇടയൻ്റെ സ്വരം തിരിച്ചറിയുന്നു. എൻ്റെ യേശു, അവൻ എൻ്റെ ഇടയൻ. ആ ശബ്ദം നമ്മൾ തിരിച്ചറിയണം. അത് അങ്ങനെങ്കിൽ മാത്രമേ രക്ഷപ്പെടാൻ സാധിക്കത്തുള്ളൂ. സത്യത്തിൽ നിന്നുള്ളവൻ എൻ്റെ സ്വരം ശ്രവിക്കുന്നു. നമ്മൾ 20-ാമത്തെ വാക്യം വരെയാണ് നമ്മളിന്ന് ചിന്തിക്കുകയും പഠിക്കുകയും ചെയ്തത്. ജഡിക മനസ്സ്, ദുഷിച്ച ചിന്തകൾ, ദുഷിച്ച നിരൂപണം എന്നിവ ഒന്നും ഉണ്ടാകരുത്. ദുഷ്ടഹൃദയത്തിൻ്റെ ചില പ്രത്യേകതകൾ എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കി. ഹൃദയ കാഠിന്യത്തിൻ്റെ ഫലങ്ങളെക്കുറിച്ചും നമ്മൾ ധ്യാനിച്ചു. നമ്മുടെ മനസ്സ് തഴമ്പിച്ച് പോകരുത്. ദൈവത്തിൻ്റെ ജീവനിൽ നിന്ന് അകറ്റപ്പെടുന്നവരെക്കുറിച്ച് നമ്മൾ വിചിന്തനം ചെയ്തു. ലോക ഉല്ലാസങ്ങളുടെ ദൂഷ്യ ഫലങ്ങൾ നമ്മൾ കണ്ടു. കർത്താവിൻ്റെ പഠിപ്പിക്കലുകളൊക്കെയും നമ്മൾ ധ്യാനിച്ചു. അടുത്ത എപ്പിസോഡ് 141-ാമത്തെ എപ്പിസോഡിൽ എഫെസോസ് 4:21 മുതൽ നമുക്ക് പഠിക്കുകയും ധ്യാനിക്കുകയും ചെയ്യാം. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളെ നടത്തട്ടെ. യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ.